നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും ഗൗരവതരമായ ഇതിനിടയിൽ വന്നിരിക്കുന്ന ഏറ്റവും ഗൗരവതരമായ വിവരമാണിത്. അതിനിടയിൽ ഡോറിലും ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി ശ്രീകോവിലിന്റെ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ വെറും ചെമ്പായി രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകി. ഇത് അതീവ ഗുരുതരവും സംശയകരവും എന്ന ഹൈക്കോടതിയുടെ അതിപ്രധാനമായ നിരീക്ഷണം ഇപ്പോൾ വരികയാണ്. ആ നിരീക്ഷണം ഇങ്ങനെയാണ്: വാതിലും ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി, സ്വർണ്ണമെന്നിടത്ത് വാതിലും ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി, ശ്രീകോവിലിന്റെ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ വെറും ചെമ്പായി രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത് കൈമാറുകയായിരുന്നു. ഇത് അതീവ ഗുരുതരം, സംശയകരം എന്ന് കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നു. 2019 നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. രൂക്ഷമായ പ്രതികരണം, രൂക്ഷമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. അനന്തലേഖത്തം RS രാഗിൻ തുടരുന്നുണ്ട്. രാഗിൻ, കോടതി അതിപ്രധാനമായ ഒരു നിരീക്ഷണം ഇപ്പോൾ നടത്തുകയാണ്. തീർച്ചയായും ഇടക്കാല ഉത്തരവ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. ആ ഘട്ടത്തിലാണ് 2019 നടപടിക്രമങ്ങൾ സംബന്ധിച്ച് കോടതി വിശദീകരിക്കുന്നത്. അത് ഈ സസ്പീഷ്യസ് ആണ് എന്ന നിലപാടാണ് കോടതി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഡോറിലും ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അടക്കമുള്ള കാര്യങ്ങൾ കോടതി പറയുകയാണ്. ശ്രീകോവിലിന്റെ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ വെറും ചെമ്പായി രേഖപ്പെടുത്തി. അതായത് ചെമ്പിലാണ് സ്വർണം പൊതിയുന്നത്, പക്ഷേ ആ സ്വർണം പൊതിഞ്ഞതില്ല, മറിച്ച് ചെമ്പ് എന്ന് രേഖപ്പെടുത്തി. അത്തരം രേഖപ്പെടുത്തൽ സസ്പീഷ്യസ് ആണ്, ദുരൂഹമാണ് എന്നതാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കോടതി സംബന്ധിച്ചുള്ള ഉത്തരവ് പറയുകയാണ്. അവയെല്ലാം പരിപൂർണമായി ഹൈക്കോടതി ദേവസ്വം ബെഞ്ചും ശരിവയ്ക്കുകയാണ്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി മാത്രമല്ല കടത്തിയത്, വാതിലിൽ പൊളിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി കടത്തി, ശ്രീകോവിലിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി കടത്തി തുടങ്ങിയ വിവരങ്ങൾ, വെളിപ്പെടുത്തലുകൾ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അതിന് പിന്നാലെ അക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത്. ഇടക്കാല ഉത്തരവിൽ വാതിലിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് അതീവ ഗൗരവതരമായി കാണുന്നുവെന്ന് കോടതി വ്യക്തമാക്കുന്നു. ശ്രീകോവിലിന്റെ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ വെറും ചെമ്പായി രേഖപ്പെടുത്തി, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകി. ഇത് അതീവ ഗുരുതരം, സംശയകരം എന്ന വിവരമാണ്, എന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. രാഗിൻ, തുടരാം. തീർച്ചയായും 2017 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതിൽ 2019 നടപടിക്രമങ്ങൾ കോടതി പറയുകയാണ്. ആ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ കോടതി അത് വിവരിക്കുന്ന ഘട്ടത്തിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ വാതിലിലും ചെമ്പ് എന്ന് രേഖപ്പെടുത്തി, അതായത് ചെമ്പിൽ പൊതിഞ്ഞ സ്വർണ്ണമാണ്, പക്ഷേ ആ സ്വർണ്ണമില്ല, മറിച്ച് ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മഹസറിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വളരെ ഗുരുതരവും സസ്പീഷ്യസുമാണ് എന്ന കാര്യമാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളിൽ കോടതി ഇപ്പോഴും ഉത്തരവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാതൃഭൂമി ന്യൂസ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നേരത്തെ നൽകിയിരുന്നു, വാർത്തകളായി തന്നെ നൽകിയിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലായി വന്നിട്ടുള്ളത്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരുന്നത്. അതിനുശേഷം ഹൈക്കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. മാതൃഭൂമി ന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവന്ന ദൃശ്യങ്ങൾ, മാതൃഭൂമി ആർക്കൈവിലെ ചിത്രങ്ങൾ, അവയെല്ലാം തെളിവായി മാറുകയാണ്. 2019 നടപടികൾ അടിമുടി സംശയകരമാണ്. മാത്രമല്ല, ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി മാത്രമല്ല കടത്തിയത്, ശ്രീകോവിലിന്റെ വാതിലിൽ ഉണ്ടായിരുന്ന ചെമ്പിന് പുറത്തെ സ്വർണ്ണപ്പാളിയും കടത്തിയിരിക്കുന്നു. വാതിലിലെയും കട്ടളപ്പടിയിലെയും സ്വർണം കൂടി കടത്തിയിരിക്കുന്നു എന്ന കാര്യം ഹൈക്കോടതിയും സംശയിക്കുന്നു. അനന്തകൃഷ്ണൻ കൂടിയുണ്ട്. അനന്തൻ, നമ്മൾ നേരത്തെ പുറത്തു കൊണ്ടുവന്ന ദൃശ്യങ്ങളും ആ വിവരങ്ങളും ഒക്കെ ഹൈക്കോടതി വീണ്ടും ശരിവയ്ക്കുകയാണ്. അപ്പോൾ ഈ തട്ടിപ്പിന്റെ രൂക്ഷത, അതിന്റെ ഗ്രാവിറ്റി നമ്മൾ നേരത്തെ പുറത്തുവിട്ടതുപോലെ തന്നെ അതീവ ഗൗരവതരമാണ്. അക്കാര്യം ഹൈക്കോടതിയും ഇന്ന് സ്ഥിരീകരിക്കുകയാണ്. രതീഷ്, 2 ദിവസം മുമ്പാണ് മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് ആ വാർത്ത നൽകുന്നത്. സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലകനിലെ സ്വർണ്ണപ്പാളികൾ മാത്രമല്ല, ശബരിമല സന്നിധാനത്തെ വാതിലും കട്ടളപ്പടിയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കടത്താൻ വേണ്ടി എടുത്തുകൊടുത്തു എന്നുള്ള വാർത്ത മാതൃഭൂമി ന്യൂസാണ് ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. ആ സ്ഥിരീകരണമാണ് ഇപ്പോൾ ഹൈക്കോടതി നടത്തുന്നത്. അതായത് ശബരിമല സന്നിധാനത്ത് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു വെച്ചിരുന്ന വാതിലും കട്ടളപ്പടിയും അതുകൂടി ചെമ്പെന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എടുത്തുകൊടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി അതും കൊണ്ടുപോയി. പകരം ഉണ്ണികൃഷ്ണൻ പോറ്റി 4 കിലോ സ്വർണം പൂശിയ വാതിൽ എന്ന് പറഞ്ഞ് പുതിയൊരു വാതിൽ കൊണ്ടുവച്ചു. അതിൽ മാതൃഭൂമി ന്യൂസ് 2 ദിവസം മുമ്പാണ് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ അതിന് സ്ഥിരീകരണമായി നൽകിയത്. അന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി പുതിയ വാതിൽ നിർമ്മിച്ചു കൊടുത്ത നന്ദൻ എന്ന് പറയുന്ന ശില്പിയുടെ അടക്കം ബൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അതിനൊപ്പം തന്നെ ഈ മുരാരി ബാബുവിന്റെ ഒരു പ്രതികരണം കൂടി അദ്ദേഹം അറിയാതെ തന്നെ പറഞ്ഞതാണ്. അന്നത്തെ പഴയ വാതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എടുത്തു കൊടുത്തു എന്നുള്ള വാചകം. അതിലാണ് നമ്മൾ ആ 2 ബൈറ്റുകൾ ഉപയോഗിച്ചിട്ടാണ്, പഴയ രേഖകളും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അന്ന് സ്ഥിരീകരിക്കാൻ ശ്രമിച്ചത് വാതിലും കടത്തിക്കൊണ്ടുപോയി എന്നുള്ളത്. അതിലാണിപ്പോൾ ഹൈക്കോടതിയുടെ സ്ഥിരീകരണം, ദേവസ്വം വിജിലൻസിന്റെ സ്ഥിരീകരണം വന്നിരിക്കുന്നത്. അപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങൾ മാത്രമല്ല,
അവിടുത്തെ ശ്രീകോവിലിന്റെ പ്രധാനപ്പെട്ട വാതിലുകൾ കൂടി അയ്യപ്പ ദർശനം നടത്താൻ വേണ്ടി തുറന്നു കൊടുക്കുന്ന ആ വാതിലുകൾ കൂടി തങ്കം പൊതിഞ്ഞ വാതിലുകൾ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിക്കൊണ്ടുപോയി എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ അവിടെ വലിയ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുന്നു. പൊതിഞ്ഞ സ്വർണം 7 പാളികളിൽ പൊതിഞ്ഞ സ്വർണം സ്മാർട്ട് ക്രിയേഷനിൽ വച്ച് നീക്കി. അരുൺ ശങ്കർ കോടതി നടപടികളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. കോടതി അടിമുടി പരിശോധിക്കുകയാണ്. 7 പാളികൾ പൊതിഞ്ഞ സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ വച്ച് നീക്കി എന്നതാണ്. അക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അരുൺ ശങ്കറിനെ ലഭിക്കും എന്ന് കരുതുന്നു. ഒപ്പം രാഗിനുണ്ട്. രാഗിനി 7 പാളികൾ സ്വർണം പൊതിഞ്ഞ പാളികൾ സ്മാർട്ട് ക്രിയേഷനിൽ വെച്ച് നീക്കി എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു തലം കൂടിയുണ്ടല്ലോ. ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷന്റെ CEO ഈ ദേവസ്വം വിജിലൻസ് നൽകിയ മൊഴിയിൽ പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസിൽ 2019 എത്തിച്ചത് ചെമ്പ് പാളികളാണ് എന്താണ്. പക്ഷേ അങ്ങനെയല്ല എന്നതാണോ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കോടതിക്ക് വ്യക്തമാകുന്നത്? അതായത് 7 പാളികളിൽ പൊതിഞ്ഞ സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് നീക്കിയെന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെയും നടന്നിട്ടുണ്ടെന്ന സൂചനകളാണ് ഇപ്പോൾ കോടതി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നൽകുന്നത്. അതാണ് ഇപ്പോൾ അരുൺ ശങ്കർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. കോടതി നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞത് തങ്ങൾക്ക് കിട്ടിയത് ചെമ്പ് പാളികളാണ് എന്നതാണ്. അതായത് സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് പോയ ഈ സ്വർണ്ണപ്പാളികൾ അത് 7 പാളികളിൽ പൊതിഞ്ഞ സ്വർണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ വെച്ച് നീക്കി എന്നതാണ് അന്വേഷണത്തിന്റെ ഭാഗമായി കോടതിക്ക് ബോധ്യം വരുന്നത്. 7 പാളികളിൽ പൊതിഞ്ഞ സ്വർണം ചെന്നൈയിൽ വെച്ചാണ് നീക്കിയത്. പോറ്റിയുടെ നിർബന്ധത്താലാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന വിവരം കൂടിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വരുന്നത്. ഈ തട്ടിപ്പിന്റെ കൂടുതൽ വ്യാപ്തി കോടതിക്ക് ബോധ്യമാകുന്നു. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം അത് കുറെ കൂടി മുന്നോട്ട് പോയിരുന്നു. നേരത്തെ ലഭിച്ച വിവരങ്ങൾക്കപ്പുറത്തേക്ക് മുന്നോട്ട് പോയിരുന്നു എന്നതാണ് ഇപ്പോൾ കൂടുതൽ വ്യക്തമാകുന്നത്. ചെന്നൈയിൽ വെച്ച് 7 പാളികളിൽ പൊതിഞ്ഞ സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് നീക്കി. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർബന്ധത്താലാണ് എന്നതാണ് കോടതിക്ക് വ്യക്തമാകുന്നത്. ഗോവർദ്ധൻ എന്നയാൾ വാതിൽ പൊതിയാൻ സ്വർണം നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് ഗോവർദ്ധൻ എന്നയാൾ വീണ്ടും വാതിൽ പൊതിയാൻ സ്വർണം നൽകിയത് എന്ന് വ്യക്തമാകുന്നു. അതായത് നേരത്തെ ശബരിമലയിൽ ഉണ്ടായിരുന്ന സ്വർണം പൊതിഞ്ഞ വാതിൽ അത് പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി, കട്ടിള കൊണ്ടുപോയി. അതിന് പിന്നാലെ അത് മറ്റാർക്കെങ്കിലും വിറ്റിരിക്കാമെന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തേണ്ടി വരും. അതിനുശേഷം ഗോവർദ്ധൻ എന്നയാൾ വാതിൽ പൊതിയാൻ വീണ്ടും സ്വർണം നൽകി. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് കൈമാറി എന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിക്കുന്നുണ്ട്. 7 പാളികളിൽ പൊതിഞ്ഞ സ്വർണം അത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ വെച്ച് നീക്കിയെന്നതാണ്. അപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻ എന്ന സ്ഥാപനത്തിനും ഈ തട്ടിപ്പിൽ പങ്കുണ്ട് എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. ഈ സ്ഥാപനത്തിന്റെ CEO ദേവസ്വം വിജിലൻസ് നൽകിയ മൊഴിയിൽ പറഞ്ഞത് ചെമ്പ് പാളികളാണ് ചെന്നൈയിൽ എത്തിച്ചത് എന്നതാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ബംഗളൂരുവിൽ വെച്ചാണ് തട്ടിപ്പ് നടന്നത് എന്ന സംശയമാണ് ബലപ്പെട്ടതെങ്കിൽ ചെന്നൈയിലേക്ക് കൂടി ഈ തട്ടിപ്പിന്റെ വ്യാപ്തി ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന പുതിയ വിവരങ്ങളാണ് വരുന്നത്. രാഗിൻ, തുടരാം. തീർച്ചയായും നേരത്തെ ഈ സ്മാർട്ട് ക്രിയേഷൻസ് വ്യക്തമാക്കിയിരുന്നത് തങ്ങൾക്ക് കിട്ടിയത് ചെമ്പുപാളികളാണെന്നും അത് പുതിയവയാണെന്നും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് മൊഴിയായി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ കോടതിക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് വേണം ഈ അപ്ഡേഷൻസ് വരുമ്പോൾ മനസ്സിലാക്കാൻ. എന്തായാലും ഇതിൽ 7 സ്വർണം പൊതിഞ്ഞ 7 പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് മാറ്റിയെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർബന്ധത്തിലാണ് ഇത് നടന്നത് എന്ന കാര്യവും കൂടി ഇതിൽ ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് അടക്കമുള്ള കാര്യങ്ങൾ വളരെ സുപ്രധാനമാണ്. മാത്രമല്ല ഗോവർദ്ധൻ എന്നയാളാണ് ഈ ഡോർ പൊതിയാൻ വേണ്ടി അല്ലെങ്കിൽ ഡോറിൽ പൊതിയാൻ വേണ്ടി സ്വർണം നൽകിയത്. അത് 325 ഗ്രാം സ്വർണം ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് ഇത് നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. എന്തായാലും ഇതിൽ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ കോർഡിനേറ്റർ ആണ് എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമായിരുന്നു. അങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് പല ആളുകളിൽ നിന്നായി ഇത്തരത്തിൽ വാങ്ങുന്നു. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വെളിവായിരുന്നു നേരത്തെ. അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട സൂചന നൽകുന്ന കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ കോടതി ഇതിൽ സൂചിപ്പിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. എന്തായാലും ഇപ്പോഴും കോടതി അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. അതിനുള്ള പരാമർശങ്ങളാണ് ഇപ്പോൾ അപ്ഡേഷൻസായി വന്നുകൊണ്ടിരിക്കുന്നത്.